ഇനി കൊച്ചിയിലേക്ക് വരാം. മെട്രോ റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം തൃക്കാക്കരയിൽ വാട്ടർ അതോറിറ്റി പഴയ പൈപ്പുകൾ മാറ്റിയിടാൻ ഒരുങ്ങുകയാണ്. അതായത് പഴയ പൈപ്പുകൾക്ക് പകരം അത് മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണം. സ്വാഭാവികമായിട്ടും വാട്ടർ അതോറിറ്റിയാണ്. ഈ കുടിവെള്ള വിതരണം മുടങ്ങുമോ എന്ന ചോദ്യമായിരിക്കും ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ വരിക. മുടങ്ങും. 14 ദിവസം നീണ്ടു നിൽക്കുന്ന പൈപ്പിടൽ ജോലി പലയിടത്തും കുടിവെള്ള വിതരണം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുടങ്ങാൻ കാരണമാകും. അധികൃതരുടെ അറിയിപ്പ് വന്നതോടെ ഇത്രയും ദിവസം വെള്ളം എങ്ങനെ കണ്ടെത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതേസമയം മെട്രോയുടെ പൈലിംഗ് നടക്കുന്നതിനാൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നുണ്ട് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. തൃക്കാക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് മിഴിവേകുന്ന മെട്രോയുടെ പണി പുരോഗമിക്കുമ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായുകയാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ. തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് പലർക്കും കുടിവെള്ളം ലഭിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉപയോഗിക്കുമ്പോഴും ടാങ്കറിൽ വെള്ളം കൊണ്ടുവരേണ്ട ഗതികേട് ഭയങ്കര രൂക്ഷമാണ്. ഇതൊക്കെ ഞങ്ങൾ വളരെ പരിമിതമായ രീതിയിൽ ഉപയോഗിച്ചാണ് ഈ 4 ദിവസവും തള്ളി നിൽക്കുന്നത്. അത് 4ാമത്തെ ദിവസം വെള്ളം വന്നില്ലേ നമ്മൾ പുറമേ നിന്ന് അടിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ രൂക്ഷമാണ്. പരാതികൾ പലവട്ടം ഉന്നയിച്ചു. നടപടികൾ എടുക്കുന്നുണ്ടെന്ന് വാട്ടർ അതോറിറ്റിയും മുനിസിപ്പാലിറ്റിയും. മെട്രോ റൂട്ടിൽ പഴയ പൈപ്പുകൾ മാറ്റി പുതിയവയിടാൻ ഒരുങ്ങുകയാണ് വാട്ടർ അതോറിറ്റി. മെട്രോയുടെ പൈലിംഗിന്റെ ഭാഗമായി പഴയ പൈപ്പുകൾക്ക് കോട്ടം സംഭവിക്കുന്നുവെന്ന് ആരോപണം നിലനിൽക്കുന്നു. ഇന്നു മുതൽ ഒക്ടോബർ 1 വരെ നീളുന്ന 14 ദിവസമാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരിക. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് പൈപ്പുകളെല്ലാം സൈഡിലേക്ക് മാറ്റിയിടുന്ന വർക്കുകൾ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ബ്രേക്കേജ് വരാം, എക്സിസ്റ്റിംഗ് ലൈൻ ബ്രേക്ക് വരാം, അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ വർക്കിനൊക്കെ ഷട്ട് ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തത്. പക്ഷേ കണ്ടിന്യൂസ് ഷട്ട് ഡൗൺ അല്ല, സപ്ലൈയിൽ ഇന്ററപ്ഷൻസ് വരാം. തോപ്പിൽ പമ്പ് ഹൗസിൽ നിന്നുള്ള ജലം സ്വീകരിക്കുന്ന വാഴക്കാല, സാറ്റലൈറ്റ്, കരിമക്കാട് എന്നീ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കൂടുതൽ ദുരിതമാകും. അറ്റകുറ്റപ്പണിയുടെ പ്രഖ്യാപനം വന്നതോടെ ആശങ്കയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ പൂർണ്ണമായും ജലവിതരണം മുടങ്ങില്ലെന്ന് അധികൃതർ. മുനിസിപ്പാലിറ്റി നിലവിലെ ഒരു ടാങ്കർ ലോറി ഉണ്ട്. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. കരിമക്കാട്, NGO ക്വാർട്ടേഴ്സ്, പടമോള്, അങ്ങനെ ഒരു 3-4 ഏരിയയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കും. നമുക്ക് വെള്ളം എത്തിക്കണമെന്ന് വെച്ചാൽ ടാങ്കിൽ കിട്ടുന്ന വെള്ളം കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ബദൽ സംവിധാനമായിട്ട് നമ്മൾ കളമശ്ശേരിയിൽ 3 കോടി രൂപ മുടക്കി തൃക്കാക്കരയ്ക്ക് വേണ്ടി മാത്രം ഒരു ടാങ്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 90% പണി പൂർത്തിയായിട്ടുണ്ട്. അദാനി ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന സമയത്തടക്കം വാട്ടർ അതോറിറ്റി പൈപ്പുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആരോപണം. ചെമ്പുമുക്ക് മുതൽ കുന്നുംപുറം വരെയുള്ള ഭാഗത്തെ പഴയ പൈപ്പുകൾ മാറ്റിയാൽ നിലവിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട് അധികൃതർക്ക്. 4-5 ദിവസങ്ങൾ വൈകി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുമ്പോൾ അതിനിടയിൽ ദുരിതമനുഭവിക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ്. ഇവരുടെ ഈ ഒരു ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ് മെട്രോയുടെ പണിയുടെ ഭാഗമായിട്ട് പല വാട്ടർ അതോറിറ്റി പൈപ്പുകളും തകരുന്നത്. ഏതായാലും ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ക്യാമറാമാൻ സ്വാതി കൃഷ്ണനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.